പെരിയാർ മലിനീകരണപ്പെടുത്തുന്ന കമ്പനികൾക്കെതിരെ SDPI പ്രതിഷേധ സംഗമവും റോഡ് ഉപരോധവും സംഘടിപ്പിച്ചു. എടയാർ വ്യവസായ മേഖലയിലെ സ്ഥാപനങ്ങൾ പുഴയിലേക്ക് രാസമാലിന്യം തള്ളിയതിനെ തുടർന്ന് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയതിനെതിരെ പെരിയാറിനെ വിഷപ്പുഴയാക്കാൻ അനുവദിക്കില്ല എന്ന മുദ്രാവാക്യവുമായി SDPI കളമശ്ശേരി മണ്ഡലം കമ്മിറ്റി നടത്തിയ റോഡ് ഉപരോധം മുപ്പത്തടം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് എടയാർ ഇടുക്കി ജംഗ്ഷനിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. തുടർന്ന് മലിനീകരണത്തിന് പരിഹാരം കാണണമെന്നും കുറ്റക്കാർക്കെതിരെ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് വ്യവസായ മേഖലയിലെ കമ്പനിയിലേക്ക് അസംസ്കൃത വസ്തുക്കളുമായി വന്ന വാഹനങ്ങൾ SDPI പ്രവർത്തകർ റോഡിൽ തടഞ്ഞിട്ടു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയതിനു ശേഷമാണ് സമരം അവസാനിപ്പിച്ചത്. പ്രതിഷേധ പരിപാടിയിൽ കളമശ്ശേരി മണ്ഡലം പ്രസിഡന്റ് സാദിഖ് ഏലുക്കര അധ്യക്ഷത വഹിച്ചു. SDPI സംസ്ഥാന സമിതി അംഗം VA ഫൈസൽ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തു. കൊടിയുടെ നാട്ടിയിരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന പ്രവർത്തകരും നാട്ടുകാരും ഈ ബാരിക്കേഡിനെ മറികടന്നു പോകാൻ പ്രാപ്തിയില്ലാത്തവരാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. SDPIയുടെ ചുണക്കുട്ടികൾ പ്രവർത്തകർ ഈ ബാരിക്കേഡിനെ മറികടക്കാൻ തീരുമാനിച്ചാൽ ഈ മുൻപിലും പിന്നിലും നിരക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ മതിയാകാതെ വരുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടുത്തെ പെരിയാറിന്റെ പ്രതിസന്ധിയെ കുറിച്ചോ താൻ തന്നെ കുടിക്കുന്ന കുടിവെള്ളത്തിന്റെ പ്രയാസത്തെ കുറിച്ചോ അദ്ദേഹത്തിനുമൊന്നും കൃത്യമായി ധാരണ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഏതൊക്കെ കമ്പനികളാണ് പെരിയാറിലേക്ക് ഒരാൾക്ക് പോലും കടന്നു പോകാൻ കഴിയുന്ന വലിയ പൈപ്പുകൾ പെരിയാറിന്റെ അടിത്തട്ടിലേക്ക് ചായ്ച്ചു വെച്ചിരിക്കുന്നത് എന്നും ഈ പെരിയാറിന്റെ അടിത്തട്ടിലേക്ക് ഊളയിട്ട് പോയിക്കൊണ്ട് ഞങ്ങൾക്ക് കഴിയും വിധം കമ്പനികളുടെ വിഷക്കുടലുകൾ അടക്കുക തന്നെ ചെയ്യുമെന്ന് ഇതാ ഈ ജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് കമ്പനിക്കാർ ഈ പോലീസുകാർക്കും അല്ലെങ്കിൽ ഇവിടുത്തെ PCBക്കാർക്കും ഏതാനും ചിലത് എറിഞ്ഞിട്ടുകൊണ്ട് ഇവിടെ വാഴാമെന്ന് കരുതണ്ട. സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥന്മാർ വന്നിട്ടുണ്ടല്ലോ, ഫോട്ടോ എടുക്കുന്നുണ്ടല്ലോ. ഓരോ ഫോട്ടോയിലും ഞങ്ങളുടെ പ്രവർത്തകരുടെ ഓരോ ഫോട്ടോയും പരിശോധിച്ചു നോക്ക്. ഈ പെരിയാറിന്റെ ചുറ്റുവട്ടത്തു നിന്ന് ഈ പെരിയാറിന് വെള്ളം കുടിച്ച് ഈ പെരിയാറിന് മീൻ പിടിച്ച് ഈ പെരിയാറിനെ ആസ്വദിച്ച് ഈ പെരിയാറിന് നെഞ്ചോട് ചേർത്ത് പതിറ്റാണ്ടുകളായി ജീവിക്കുന്ന എടയാറിലെ പിള്ളേരാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. അതല്ലാതെ മറ്റു പാർട്ടിക്കാർ സംഘടിപ്പിക്കുന്നത് പോലെ പെരുമ്പാവൂരിൽ നിന്നും പറവൂരിൽ നിന്നും കൊടുങ്ങല്ലൂരിൽ നിന്നും ആണയിറക്കേണ്ട ഗതികേട് പാർട്ടി ഓഫിനൊക്കെ പറയാനുള്ളത് ഒരു കോംപ്രമൈസും ആ വിഷയത്തിലില്ല. കാരണം ഇത് ആദ്യമായി സംഭവിക്കുന്നതല്ല. ഈ കമ്പനികൾ നിലനിൽക്കുന്ന കാലം മുതൽ ഇവരിവിടെ പണി തുടങ്ങിയ കാലം മുതൽ പെരിയാറ് മലിനമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളിവിടുത്തെ ആസ്റ്ററിലും അതുപോലെ തന്നെ അമൃത ആശുപത്രിയിലും അതുപോലെ മെഡിക്കൽ ട്രസ്റ്റ് ഉൾപ്പെടെയുള്ള ആശുപത്രിയിൽ പോയി നിങ്ങളൊരു 30 വർഷത്തെ കണക്കെടുക്കണം. ആ 30 വർഷത്തെ കണക്കെടുക്കുമ്പോ ലങ്സ് കംപ്ലൈന്റ് ആയവരും അതുപോലെ തന്നെ ശാരീരികമായ മറ്റു പല അസുഖം ബാധിച്ചവരുടെ എണ്ണം പരിശോധിക്കുക. പെരിയാറിന്റെ വെള്ളത്തിൽ നിന്ന് ഈ വിഷം കുടിച്ച നമ്മളുടെ കുടുംബങ്ങളിലെത്തുന്നത് ജലാശയങ്ങളിലേക്ക് വരുന്നത് ആ വെള്ളം കുടിക്കാതിരിക്കാൻ മിനിയാന്ന് മുതൽ നമ്മൾ തീരുമാനിച്ചത് നമുക്ക് വേറെ വഴിയില്ല. ആ വെള്ളം കുടിക്കുന്നവർ പോലും അപകടത്തിലേക്ക് പോകുമെന്ന വലിയ പ്രയാസം ഈ നാടിനെ നേരിടുമ്പോൾ എന്തുകൊണ്ട് സർക്കാർ ഏജൻസിയുടെ വർക്ക് പറയുന്നത്? മറിച്ച് ഈ പുഴയെ അപകടപ്പെടുത്തുന്ന ആളുകൾ അതാരാണ് എന്ന് സർക്കാർ ധാരണയുണ്ട്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ എടയാർ മേഖലയിലെ റെഡ് കാറ്റഗറി കമ്പനികൾ ആരൊക്കെയാണ് എന്ന് കൃത്യമായ ബോധ്യമുണ്ട്. ഞങ്ങൾ ഇതിനെ മറികടക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കാരണം SDPIക്ക് ഈ ബാരിക്കേഡ് ആദ്യമായി കാണുന്നതല്ല. SDPIക്ക് ഈ ബാരിക്കേഡ് അവരുടെ ചെരുപ്പ് നക്കികളായ പോലീസിലെ ചില ഉദ്യോഗസ്ഥന്മാരും ധരിക്കുന്നത് എങ്കിൽ ഈ ബാരിക്കേഡുകൾ മറികടക്കാനുള്ള ചങ്കുറപ്പും നിശ്ചയദാർഢ്യമുള്ള പ്രവർത്തകരാണ് SDPIയുടെ പ്രവർത്തകരെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുന്നു. കാരണം ജനങ്ങളുടെ യാത്രാ സ്വാതന്ത്ര്യത്തെ നമ്മൾ തടസ്സപ്പെടുത്തുന്നില്ല. ജനങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഇത്തരമൊരു പ്രതിസന്ധി ഇവിടെ നടക്കുന്നുണ്ട് എന്നും എറണാകുളം ജില്ലാ സെക്രട്ടറി KM മുഹമ്മദ് ഷമീർ, കളമശ്ശേരി മണ്ഡലം സെക്രട്ടറി ഷാനവാസ് കൊടിയൻ,
മണ്ഡലം നേതാക്കന്മാർ, പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 95 എടയാർ.